മാമാട്ടിയുടെ പാലുകുടി ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നതിന് മുമ്പേ നിർത്തിയിട്ടുണ്ടായിരുന്നേ. പാലുകുടി നിർത്തി 2 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടാ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് ഞാൻ അറിയുന്നത്. നമ്മുടെ ആറ്റുകാല് പോലെ ഇവിടെ മെയിൻ ആയിട്ടുള്ള ഒരു അമ്പലമാണ് മേൽമറവത്തൂര്. അവിടെ ഇങ്ങനെ ഉത്സവം ഉണ്ട്. ഉത്സവത്തിന്റെ സമയത്ത് അതായത് ലേഡീസിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അവരിങ്ങനെ റെഡും മഞ്ഞയും ആയിട്ടുള്ള ഡ്രസ്സുകളിലൊക്കെ ആയിട്ട് വ്രതമൊക്കെ എടുത്തിട്ട് വരുന്ന ഒരു വലിയൊരു ഉത്സവമാണ്. അത് ഒരു 1.5-2 മാസത്തോളം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് അവിടെ ഡ്യൂട്ടി ഉണ്ട്, സ്പെഷ്യൽ ഡ്യൂട്ടി. എന്റെ ഇവിടുന്ന് ഒരു 4-5 മണിക്കൂർ ഡിസ്റ്റൻസ് ഉള്ള സ്ഥലത്താണ് അതുള്ളത്. അവിടെ ഡ്യൂട്ടിക്ക് പോകേണ്ട ടേൺ എന്റേതായിരുന്നു കേട്ടോ. അപ്പോഴേക്കും എനിക്ക് മാമാട്ടിയുടെ പാലുകൂടി നിർത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഇനിയും എനിക്ക് കൊച്ചിന് പാല് കൊടുക്കണമെന്ന് റീസൺ പറയാനായിട്ട് പറ്റത്തില്ലല്ലോ. 1.5 വയസ്സ് വരെ കൺസിഡറേഷൻ തന്നു. ഇനിയും നമുക്ക് ആ കുഞ്ഞിന്റെ പേര് പറഞ്ഞ് കൺസിഡറേഷൻ മേടിക്കുന്നതിൽ ഒരു അർത്ഥം ഉണ്ടാവത്തില്ല. ഡെയിലി പോയി വരുന്നത് നമുക്ക് സാധ്യമല്ലാത്തത് കൊണ്ട് 2 ദിവസം അവിടെ നിന്നിട്ടേ വരാൻ പറ്റത്തുള്ളൂ. അപ്പം എന്തായാലും നമുക്ക് അവളുടെ പാലുകൂടി നിർത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. പക്ഷെ പ്രഗ്നന്റ് ആണെന്ന് 2 ദിവസത്തെ ഞാൻ അറിഞ്ഞതുകൊണ്ട് പിന്നീട് എനിക്ക് ആ ഡ്യൂട്ടിക്ക് പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല.